ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ മർച്ചന്റ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ചെറുപുഴയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടിവിധം ചെയ്യാതെ നോ എൻട്രി ബോർഡ് സ്ഥാപിച്ചത് മൂലം രോഗികളെ ഹോസ്പിറ്റലിന് പുറത്തിറക്കി വിടേണ്ട സാഹചര്യമാണ് വാഹന ഡ്രൈവർമാർ അനുഭവിക്കേണ്ടി വരുന്നത്. ഇതിന് പരിഹാരം ലഭിക്കുന്നതിന് പഞ്ചായത്തിൽ പരാതി കൊടുത്തെങ്കിലും ശാശ്വത പരിഹാരം കാണാത്തതുകൊണ്ട് ജില്ലാ കളക്ടർ അടക്കമുള്ള ഭരണാധികാരികൾക്ക് നിവേദനം കൊടുക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ചെറുപുഴയിലെ ഓട്ടോ ഡ്രൈവർ സുരേഷ്. നമസ്കാരം, എൻ്റെ പേര് സുരേഷ്. ഞാൻ ചെറുപുഴയിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഏകദേശം 10 വർഷമായി ഞാൻ ചെറുപുഴയിൽ വാഹനം ഓടിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഓട്ടോയുമായി പല ഹോസ്പിറ്റലുകളിലായാലും പല സ്ഥാപനങ്ങളിലായാലും എങ്ങോട്ടായാലും സാധാരണക്കാരായ ജനങ്ങൾ വിളിക്കുന്ന ഒരു വാഹനം ആണ് ഓട്ടോറിക്ഷ. ചെറുപുഴയിൽ പ്രശസ്തമായി പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ലീഡർ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ പ്രവേശന കവാടത്തിൽ നോ എൻട്രി, നോ പാർക്കിംഗ്, പ്രവേശനമില്ല, എൻട്രി പ്രോഹിബിറ്റഡ് എന്നിങ്ങനെയുള്ള ബോർഡുകൾ സ്ഥാപിച്ച് ഹോസ്പിറ്റലിലേക്ക് കയറുന്ന വാഹനങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ വാഹനങ്ങളകത്തേക്ക് കടത്തിവിടാത്ത ഒരു സാഹചര്യമൊന്നുമല്ല. അങ്ങനെ ഒരു ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് വരുന്ന രോഗികളെ മഴയത്തും വെയിലത്തും ഇറക്കി വിടേണ്ട ഒരു സാഹചര്യം. ഈ കാരണങ്ങൾ അവർ ഹോസ്പിറ്റൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവരതിന് ചെയ്യാം, ഞങ്ങൾ അതിനുള്ള മാർഗങ്ങൾ ചെയ്യാമെന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ അതിന് ഒരു നടപടിയും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെറുപുഴ പഞ്ചായത്തിൽ, ഗ്രാമപഞ്ചായത്തിൽ ഇതിനെതിരെ ഒരു പരാതി കൊടുത്തു. ആ പരാതിയിൽ എനിക്ക് തന്ന മറുപടിയാണ്, പഞ്ചായത്ത് തന്ന മറുപടിയാണ്, അവിടെ യാതൊരു വിധത്തിലുള്ള അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല, വാഹനങ്ങളെ കടത്തിവിടുന്നതിൽ അവർ തടഞ്ഞിട്ടില്ല, അതുപോലെ അകത്തേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുമ്പോഴുണ്ടാകുന്ന പുക രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ബോർഡ് വെച്ചത് എന്നൊക്കെയുള്ള ഒരു മറുപടിയാണ് തന്നിട്ടുള്ളത്. അതിനെതിരെ ഒരു നടപടി എടുക്കാനും പഞ്ചായത്തിന് സാധിക്കില്ല എന്നും എനിക്ക് തന്ന മറുപടിയിൽ പറയുന്നു. ഇങ്ങനെ അടിസ്ഥാന സൗകര്യമില്ലാത്ത ഒരിടത്ത് ഹോസ്പിറ്റലിന് അനുമതി നൽകിയ പഞ്ചായത്ത് അനുമതി നൽകിയത് ഒരു ശരിയായ മാർഗമാണോ? വരുന്ന രോഗികൾക്ക് മഴയും വെയിലും കൊള്ളാതെ ഇറങ്ങാൻ ഒരു പ്ലാസ്റ്റിക് എങ്കിലും വലിച്ചു കെട്ടി തരണമെന്നുള്ള നമ്മൾ ആവശ്യപ്പെട്ടിട്ട് പോലും അതുപോലും ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ പഞ്ചായത്തിന്റെ മറുപടിയൊക്കെ കാണിച്ചുകൊണ്ട് ജില്ലാ കളക്ടർക്കും അതുപോലെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർക്കും കൂടി ഒരു പരാതി നൽകാനാണ്. ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് മാറിക്കിട്ടണം. ഹോസ്പിറ്റലിൽ അടച്ചുപൂട്ടാനല്ല, ജനങ്ങൾക്ക് മഴയും വെയിലും കൊള്ളാതെ ഇറങ്ങി നിൽക്കുവാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കളക്ടർക്കും DMIക്കും കൂടി പരാതി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ പഞ്ചായത്തിന്റെ മറുപടി കൂടി വെച്ചുകൊണ്ട് ഒരു പരാതി കൊടുക്കാനാണ് ആലോചിക്കുന്നത്. ഇടപാടുകളിലെ സുതാര്യത, 70 കോടിയിലധികം പ്രവർത്തന മൂലധനം, 18 വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർച്ചന്റ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും. 25 ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ, വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ, കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ, കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സ്വർണ്ണ വായ്പ, സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം, ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണമയക്കാവുന്ന RTGS NEFT സൗകര്യം. ചെറുപുഴ, പെരിങ്ങൂം, വയക്കര പഞ്ചായത്ത് പരിധികളിലായി 3 ബ്രാഞ്ചുകൾ. ഇച്ഛാശക്തിയുള്ള ഭരണസമിതി, ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ. നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മർച്ചന്റ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഹെഡ് ഓഫീസ് ചെറുപുഴ. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: മെയിൻ ബ്രാഞ്ച് ചെറുപുഴ, ഫോൺ 04985243255. ഈവനിംഗ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ, ഫോൺ 04985242255. പാടിയോട്ടുചാൽ ബ്രാഞ്ച്, ഫോൺ 04985242155.